നമുക്ക് ഈ കുള അങ്ങ് പറ്റിച്ചാലോ? ഇത് വെയിലും മഴയൊക്കെ കൊണ്ട് ആകെ നശിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിറയെ മീനുണ്ട് കേട്ടോ. അവരൊക്കെ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ഓണത്തപ്പനാണ്. ഇത് കാലാകാലങ്ങളായിട്ട് കൈമാറി വന്ന ഒരാളാണ് കേട്ടോ. ഇതിനകത്ത് ഇട്ട പൂവിൻ്റെ എണ്ണമൊന്നും നോക്കണ്ട, അത് കഷ്ടിച്ച് കിട്ടിയ തുമ്പയാണ്. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കടക്കാം. ഇത് മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിലെ ടാർപോളിൻ ഷീറ്റ് എലി അങ്ങ് കടിച്ചിട്ട് സൈഡിൽ നന്നായിട്ട് കീറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം മഴ പെയ്തത് കൊണ്ട് ആ വെള്ളമൊക്കെ അതിലൂടെ അങ്ങ് പോകായിരുന്നു. അപ്പോൾ ഓവർഫ്ലോ ആവുന്ന ഒരു പ്രശ്നമില്ല. അതിന് ഡെയിലി വാട്ടർ ചേഞ്ച് നടക്കും. മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിലെ ഷീറ്റ് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചു വെച്ച മീനെ ഞാൻ കാണിച്ചു തരാം. കുറേ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെയിൻലി സിക്ലീഡ് തന്നെയാണ്. റെയിൻബോ സിക്ലീഡ്, റെയിൻബോ ക്രിബൻസിസ്, ജ്വൽ ഫിഷ്, പോളാറ്, അങ്ങനെ എല്ലാ സിക്ലീഡും ബാക്കി കുറച്ച് സിക്ലീഡിനൊക്കെ എല്ലാ ബേബീസിനെയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടായിരുന്നു. എല്ലാത്തിനെയും വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് വലിയ ടാങ്കിലേക്ക് ഇട്ടതായിരുന്നു. നമ്മൾ ടാങ്കിലെ വെള്ളമൊക്കെ മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ടാങ്കിലെ വെള്ളം തന്നെ എടുത്ത് വെച്ചിട്ട് വേണം മീൻ അതിലേക്ക് മാറ്റിയിടാൻ. അല്ലാതെ പുതിയ വെള്ളം എടുത്ത് വെച്ചിട്ട് ടാങ്കിൽ നിന്ന് മീൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകും. അതുപോലെ തിരിച്ചിറക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ പിടിച്ചു വെച്ച മീനിൻ്റെ പാത്രം അതേപടി തന്നെ ടാങ്കിൽ ഇറക്കി വെച്ച് ആ പുതിയ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം വേണം നമ്മൾ അതിനകത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു 11 പാത്രമാണ് ഇപ്പം നമുക്ക് ടോട്ടൽ ഉള്ളത്. കുറേ മീൻ വലുതായതിനൊക്കെ നമ്മൾ ബ്രീഡിംഗ് വേറെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതിലെ മീനിനെല്ലാം മെല്ലെ ആ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ് കേട്ടോ. ഇതിലധികം ഉള്ളത് റെയിൻബോ സിക്ലീഡ് തന്നെയാണ്. നമ്മളപ്പോൾ പതിയെ അതിലേക്ക് ഇറക്കി വിടാണ്. ഒരു ചെറിയ പാത്രത്തിൽ കുറേ മീനെ പിടിച്ചിട്ടത് കൊണ്ട് സ്ട്രെസ് അടിച്ചിട്ടാണ് അവരുടെ കളർ ഫെയ്ഡായത്. ഈ ഒരു സ്റ്റേജിൽ യെല്ലോ കളറാണ് കേട്ടോ ഉണ്ടാവുക. ബ്രീഡിംഗ് പേര് സെറ്റായി ബ്രീഡൊക്കെ ആകുന്നതിന് ശേഷം റെഡ് കളറിലേക്ക് എത്താണ് ചെയ്യുക. ഇപ്പോൾ റെയിൻബോ സിക്ലീഡിൻ്റെ കുറേ ബ്രീഡിംഗ് പേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ മീനിനെയും ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. എല്ലാ മീനും കൂടെ പുതിയ വെള്ളത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളധികം വെള്ളം നിറയ്ക്കുന്നില്ല, കാരണം ഒരു മഴക്കാറൊക്കെ കാണും. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ നമുക്ക് ഇനി 2 ടാങ്ക് കൂടെ റീസെറ്റ് ചെയ്യാനുണ്ട്. റാമിൻ്റെ ഒക്കെ ടാങ്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മീൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാം.